ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ് +2 പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിന്റെ 8ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഐറ്റത്തിനെ കുറിച്ച്, ആ ഐറ്റം കണ്ടുപിടിക്കുന്ന വിവിധ മെത്തേഡുകൾ, രീതികളെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു. ഓക്കെ, ഇന്ന് അതിന്റെ തുടർച്ച എന്നോണം അടുത്ത ഒരു ടോപ്പിക്കാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. നമുക്കറിയാം ഡ്രോയിങ്സ് എന്താണെന്നുള്ളത്. ആ ഡ്രോയിങ്സിന്റെ മുകളിൽ സ്ഥാപനം ഇൻട്രസ്റ്റ് ഇമ്പോസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഏതൊക്കെ തരത്തിലാണ് അത് കാൽക്കുലേഷൻ നടത്തേണ്ടത്, അത് കുറേ തരത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. 4 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില മെത്തേഡുകൾ ഞാൻ എളുപ്പം പറഞ്ഞങ്ങ് പോകും. കാരണം നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ പ്രോബ്ലം സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ആൻസർ കൃത്യമായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. എന്നാൽ ചിലത് അങ്ങനെയല്ല, വളരെ ബൈഹാർട്ടായിട്ട് പഠിച്ചു വെക്കേണ്ട ചില സംഗതികളുണ്ട്. അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഒരു 4-5 മാർക്കിന് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ടേം എക്സാമിനോ അല്ലെങ്കിൽ ഫസ്റ്റ് എക്സാമിനൊക്കെ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം ആദ്യം ഒരു പാഠം മാത്രമായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ 4 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നേരിട്ട് 1ാമത്തെ സംഗതിയിലേക്ക് നമുക്ക് നീങ്ങാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. എന്താണ് ഡ്രോയിങ്സ് എന്നുള്ള എല്ലാവർക്കും അറിയാലോ. ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ അതിന്റെ മുതലാളി ബിസിനസ്സിലേക്ക് ഇറക്കിയിട്ടുള്ള ക്യാഷ്, നമ്മളിവിടെ ക്യാഷിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഗുഡ്സ് പേഴ്സണൽ യൂസിന് എടുക്കുമ്പോഴും എന്ത് പറയും, ഡ്രോയിങ്സ് എന്ന് നമ്മൾ സാധാരണ പറയും. പക്ഷെ ഇവിടെ നമ്മൾ ക്യാഷിനെ എടുക്കുന്ന കേസിലാണ് പറയുന്നത്. ഒരു ബിസിനസ്സിലേക്ക് ഒരു വ്യക്തി ഇറക്കിയിട്ടുള്ള ക്യാഷ്, ക്യാപിറ്റല്, അതിൽ നിന്ന് ആ വ്യക്തി തന്നെ അവരുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുക. സ്വാഭാവികമായിട്ടും അത് ബിസിനസിന്റെ ക്യാപിറ്റല് മുതൽ റെഡ്യൂസ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് മാറും. അതിനെ തടയിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പിൻവലിച്ച് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകണം എന്ന് കരുതിയിട്ട് സ്ഥാപനം എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഇമ്പോസ് ചെയ്യും, ചുമത്തും. ആ ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ ഡ്രോയിങ്സിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് അഥവാ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു സംഗതിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഞാൻ അതിന് മുന്നേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായിട്ട് ബന്ധപ്പെടുന്ന 1-2 ചെറിയ കാര്യങ്ങൾ പറയാം. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പല സ്ഥലങ്ങളിലും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇതിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുമ്പോൾ അത് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ് ജേണൽ എൻട്രി വരിക. ഇനി ഈ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് അത് ക്ലോസ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂ, ഈ 1ാമത്തെ ഞാനിപ്പം പറഞ്ഞു നിർത്തിയിട്ടുള്ള ജേണൽ എൻട്രിയിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യാം. 2ാമത്തെ എൻട്രിയിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ക്ലോസ്ഡ് ആയി. ഇതാണ് ഇതിന്റെ എൻട്രി സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഞാൻ ബോർഡിലൊന്നും എഴുതുന്നില്ല, വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് നിങ്ങളതൊന്ന് വേണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചോ, അല്ലെങ്കിൽ അത് ഓർമ്മിച്ച് വെച്ചാലും മതി. നോക്കിക്കോ, ഇവിടെ നമ്മൾ പറയാണ് എമൗണ്ട് വിഡ്രോവൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഗിവൺ. ഇവിടെ 3 സംഗതി നമുക്ക് തരികയാണ്. എത്രയാണ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്, എത്രയാണ് ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഏത് ഡേറ്റിനാണ് പിൻവലിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ 3 സംഗതികൾ ഞാനിവിടെ എഴുതാം. എമൗണ്ട്, റേറ്റ്, ഡേറ്റ്. ഇത് 3ഉം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ വിഡ്രോവൽസ് 6000 ആണെന്ന് വിചാരിക്കാം. മോഹൻ 6000 രൂപ വിഡ്രോ ചെയ്യുന്നു. ജനുവരി ടു ഡിസംബർ ആണ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 9% ആണെന്ന് വിചാരിക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 9%. ഓക്കെ, എന്നത് ഈ 6000 പിൻവലിക്കുന്നത് ക്വസ്റ്റ്യൻ്റെ അകത്തുള്ളത് ജൂലൈ 1 എന്നാണ്. ഓക്കെ, അപ്പോൾ 6000 ഇൻറ്റു 9%, 9/100.
ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ 6 54 540 കിട്ടും. പക്ഷെ ഇവിടെ ഉണ്ട് എന്ത് ജൂലൈ 1 പിൻവലിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു മാസത്തിന്റെ പകുതിക്കൊക്കെ വിഡ്രോ ചെയ്തിരുന്നെങ്കിൽ അല്ലെ, ആ തീയതി മുതൽ ആ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന വരെയുള്ള സമയത്ത് എത്ര മാസം ഉണ്ടോ അത്രയും മാസത്തേക്ക് അദ്ദേഹം അവിടെ ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും ജൂലൈ 1 പിൻവലിച്ചു കഴിഞ്ഞാൽ ജനുവരി ടു ഡിസംബർ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് വരുന്ന ഒരു ബിസിനസ്സിൽ ജൂലൈ 1 എന്ന് പറയുന്നത് കറക്റ്റ് 6 മന്ത് ആണ്. ഇപ്പൊ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസത്തേക്ക് അദ്ദേഹം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണം. സ്വാഭാവികമായിട്ടും 6/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 12 മാസത്തിൽ 6 മാസത്തേക്ക് മാത്രം. ഇത്രയും മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അത് 12 മാസത്തേക്കായി. അതിന് നമുക്ക് 12ൽ 6 മാസത്തേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 6/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 540 × 6 12 എത്രയാണോ ആൻസർ, അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, 270 എന്ന് കിട്ടും. അതാണ് അതിന്റെ ഉത്തരം. ഇതാണ് ഒരു മെത്തേഡ്. ഇത് ഏത് മെത്തേഡാണ്? എമൗണ്ടും ഡേറ്റ് ഓഫ് വിഡ്രോവലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നു കഴിഞ്ഞാലാണ് ഈ ഒരു മെത്തേഡ്. മനസ്സിലായല്ലോ? മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. ഞാൻ അടുത്ത മെത്തേഡിലേക്ക് പോവുകയാണ്. ഓക്കെ, ശരി, നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇവിടെ എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൃത്യമായിട്ട് തരും. അതായത് എത്രയാണ് വിഡ്രോ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും. എത്രയാണ് അതിന്റെ മുകളിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ് എന്നുള്ളതും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും. പക്ഷെ എന്ത് മെൻഷൻ ചെയ്യില്ല? ഡേറ്റ് മെൻഷൻ ചെയ്യില്ല. തൊട്ട് മുകളിൽ നമ്മൾ ജൂലൈ 1 എന്ന് പറഞ്ഞില്ലേ ഒന്നാമത്തെ മെത്തേഡിൽ, അതിവിടെ മെൻഷൻ ചെയ്യില്ല. അപ്പോൾ ഞാനിവിടെ ഡേറ്റിനെ നീലമഷി കൊണ്ട് എഴുതി എന്തിനാ? അത് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ കാണിക്കാൻ, സ്പെഷ്യലൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാക്കണോ, ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ ത്രൂ ഔട്ട് ഇയറിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ആ പാർട്ട്ണർ വിഡ്രോവൽസ് നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അതായത് ആ വർഷം കംപ്ലീറ്റ് പല സമയങ്ങളിലായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ശരാശരി കണക്കെടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, 6000 പിൻവലിക്കുന്നത് എന്ന് കണക്ക് കൂട്ടുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് കണക്ക് കൂട്ടുക. ത്രൂ ഔട്ട് ഇയറിൽ വിഡ്രോ ചെയ്യുന്നുണ്ട് എന്നാണ് ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന ആൻസറിനെ 6/12 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഒരു ശരാശരി, അതായത് 12 മാസത്തിൽ 6 എന്നുള്ള അർത്ഥത്തിൽ ഏകദേശം ഒരു എടുക്കുകയാണ്. അതായത് അങ്ങോട്ട് അധികമായി പോകാനും പാടില്ല, കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ അതിന്റെ മിഡിൽ ലെവൽ വെച്ചിട്ട് അത് എടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ എടുക്കേണ്ടി വരുന്ന സാഹചര്യം എന്താ? ഡേറ്റ് ഓഫ് വിഡ്രോവല് തന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യാം, 600 × 6/12, 6 36 0 12. അപ്പോൾ 3 12 36, 3 12 36, 300 എന്ന് കിട്ടും. ഇതായിരിക്കും അതിന്റെ ആൻസർ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ 6/12 എന്നുള്ള ആ ഒരു സംഗതി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം. ഡേറ്റും എമൗണ്ടും റേറ്റും തന്ന് ഡേറ്റ് തന്നില്ലെങ്കിൽ 6/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓരോന്നും കൃത്യമായിട്ട് കാണുക. അതോടൊപ്പം തന്നെ റഫ് പോലെ എഴുതി വെക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് വൃത്തിക്ക് എഴുതി വെക്കുക. റഫിൽ എഴുതിയിട്ട് പിന്നീട് മാറ്റി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഇവിടെ ഡിഫറെന്റ് എമൗണ്ട് വിഡ്രോവൽ അറ്റ് ഡിഫറെന്റ് ഇന്റർവൽ. നമ്മൾ പല സമയങ്ങളിലായിട്ട് പല എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യുന്നത്. ഒരു കൃത്യതയൊന്നുമില്ല. അതിവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഫെബ്രുവരി 1 ഫസ്റ്റ് വിഡ്രോവൽ നടത്തുന്നത്, എമൗണ്ട് 2000 ആണ്. മെയ് 1 രണ്ടാമത് വലിക്കുന്നത്, അത് 5000 രൂപയാണ്. എന്നാൽ ജൂൺ 30 പിന്നീട് പിൻവലിക്കുന്നത് 2000 ആണ്. ഒക്ടോബർ 31 നാലാമത് പിൻവലിക്കുന്നത്, അത് 6000 ആണ്. ഡിസംബർ 2000 ആണ്. അപ്പോൾ ഇത് മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിഡ്രോവൽസ് ആണ്. ഓക്കെ, ഒരു വർഷത്തിന്റെ ഇടയിൽ. അപ്പോൾ ഈ ബിസിനസിന്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ജനുവരി ടു ഡിസംബർ ആണ് എന്നുള്ള ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15% എന്നും പറയുന്നുണ്ട്. അതായത് ഈ മോഹൻ ഓരോ തവണയും വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിന് 15% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് മന്ത് അല്ലെങ്കിൽ ഇയർ എന്ന് കാണിക്കാം. ഇത് എന്താണ്, വിഡ്രോവൽ എമൗണ്ട് ആണ്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയെടുക്കുക. എന്നിട്ട് ഇതിന്റെ ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ വീണ്ടും ഇങ്ങനെ തന്നെ എഴുതുക. എന്ത്,
ഡേറ്റ് എന്ന് എഴുതുക, വിഡ്രോവൽ എന്ന് എഴുതുക, തൊട്ടപ്പുറം പ്രൊഡക്റ്റ് എന്ന് എഴുതുക. പ്രൊഡക്റ്റ് കള്ളി വരച്ച്, ഇതിനൊക്കെ ഓരോ കള്ളിയിലാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഓരോ കള്ളിയിലാണ് ഉണ്ടാകുക. ഓക്കെ, പ്രൊഡക്റ്റ് എന്ന് എഴുതുക. എന്നിട്ട് പ്രൊഡക്റ്റ് മന്ത്, തൊട്ടപ്പുറം പ്രൊഡക്റ്റ് അല്ല, പീരീഡ്. പ്രൊഡക്റ്റ് അപ്പറാണ് എഴുതേണ്ടത്, ലാസ്റ്റ് കോളത്തിൽ പ്രൊഡക്റ്റ്. അതായത് പീരീഡ്, ആ പീരീഡ് എന്നുള്ള സംഭവം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ ജനുവരി ടു ഡിസംബർ ഫിനാൻഷ്യൽ ഇയർ ആയിട്ടുള്ള ഈ ഒരു ഇയറിൽ, ഈ ഒരു ബിസിനസ്സിൽ അദ്ദേഹം ഫസ്റ്റ് വിഡ്രോവൽ നടത്തുന്നത് ഫെബ്രുവരി 1-നാണ്. അപ്പൊ ആദ്യത്തെ ഒരു മാസം അദ്ദേഹം വിഡ്രോവൽ നടത്തിയിട്ടേ ഇല്ല. ഈ ഫെബ്രുവരി 1-ന് പിൻവലിച്ച് 2000-ന് അദ്ദേഹം എത്ര മാസം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 11 മാസം. ആ 11 മാസമാണ് ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെയ് 1-നാണ് അടുത്ത വിഡ്രോവൽ നടത്തുന്നത്. അപ്പൊ മെയ് മാസത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കേണ്ടി വരും. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 8 മാസം കൊടുക്കേണ്ടി വരും അവിടെ ഇൻട്രസ്റ്റ്, ഈ 5000-ന്. അടുത്ത ജൂൺ 30-ആണ്. ജൂൺ 30 എന്ന് പറഞ്ഞാൽ ജൂൺ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ ജൂണിൽ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. മനസ്സിലാക്കോ? നേരത്തെ മെയ് 1 എന്ന് പറഞ്ഞപ്പോൾ മെയ് 1-ാം തീയതി ആയതുകൊണ്ടാണ് മെയ്യിലെ ഇൻട്രസ്റ്റ് കൂട്ടിയത്, മെയ് ഉൾപ്പെടെ എണ്ണിയത്. ഓക്കെ, ഇവിടെ ജൂൺ 30 എന്ന് പറഞ്ഞാൽ ജൂൺ ഇല്ല, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 6 മാസം, 6 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഒക്ടോബർ 31 എന്ന് വെച്ചാൽ ഒക്ടോബർ കഴിഞ്ഞു, അടുത്തത് നവംബർ, ഡിസംബർ. 2 മാസം. ഓക്കെ, ഇനി ഡിസംബർ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആയി, ഏറ്റവും ലാസ്റ്റ് ഡേ ആണ്. ആ ഫിനാൻഷ്യൽ ഇയറിൽ ഇനി ഈ വിഡ്രോവൽസിന് 2000-ന് ഒന്നും കൊടുക്കണ്ട. കാരണം ഡിസംബർ 30-ഓടുകൂടി ആ ഇയർ കഴിഞ്ഞു, ആ വർഷം കൊടുക്കണ്ട. ഇനി അഥവാ അതിന് കൊടുക്കണമെങ്കിൽ അത് അടുത്ത ഇയറിലേക്ക് പോകും. ഈ വർഷത്തിൽ നമുക്ക് ഒന്നും കൊടുക്കേണ്ടി വരില്ല, 0 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഇനി ഈ പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ പീരീഡ് ഇൻറ്റു വിഡ്രോവൽ മൾട്ടിപ്പിൾ ചെയ്യുക. 11 ഇൻറ്റു 2000, 22,000. 5000 ഇൻറ്റു 8, 5 40,000. 2000 ഇൻറ്റു 6, 12,000. 2000 ഇൻറ്റു 6, 12,000. 2000 ഇൻറ്റു 0 എത്രയാ? 0. ഓക്കെ, 56,000 എന്ന് കിട്ടും. ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 86,000 ആണ്. ഇപ്പൊ ഓരോ കള്ളി എങ്ങനെയാണ് വന്നത്? ഇത് ക്വസ്റ്റനിൽ തന്നാണ്, ഇത് ക്വസ്റ്റനിൽ തന്നാണ്, ഇത് നമ്മൾ കണ്ടുപിടിച്ചാണ്. ഇതാണ് നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എന്നുള്ള സാധനം കിട്ടും. അപ്പൊ ടോട്ടൽ പ്രൊഡക്റ്റ് കിട്ടിയല്ലോ. ഇത് വെച്ചിട്ടാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻറ്റു ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ 56,000. 56,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജാ? 15% അല്ലേ? 15/100. ഓക്കെ, എന്നിട്ട് ഇവിടെ എത്ര മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് പറയും. ചിലപ്പോൾ 2 മാസം എന്ന് പറയും. അപ്പൊ നിങ്ങൾ 12-ൽ 2 മാസത്തേക്കാണല്ലോ, അതായത് ടോട്ടൽ ഇയർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 12-ൽ 2 മാസത്തേക്കാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 2/12, 2/12. ഇനി ആ വർഷത്തിൽ 5 മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞാലോ, അപ്പൊ 5/12. ഇങ്ങനെ മൾട്ടിപ്പിൾ കൂടെ ചെയ്യണം. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ പറയും എത്രത്തേക്കാണെന്ന്. ഇപ്പോ 2/12 ആയിക്കോട്ടെ. അപ്പൊ ഇതെന്ത് ചെയ്യാം, ഇത് ഗുണിക്കുക, ആൻസർ കിട്ടും. ആ ആൻസറിനെ ഇതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പൊ എത്രയാണെന്നുള്ളത് ആൻസർ ചെയ്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. 12,900 കിട്ടും. ഇതിന്റെ ആൻസർ ഇൻറ്റു 2/12 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1150. അപ്പോ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ 2 മാസത്തേക്ക് ഈ വ്യക്തി, മോഹൻ എന്ന് പറയുന്ന വ്യക്തി, കൊടുക്കേണ്ട ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാ? 2150. ഡിഫറെന്റ് ക്യാഷ് ആണ്, ഡിഫറെന്റ് ഇന്റർവെൽ, ഡിഫറെന്റ് വ്യത്യസ്ത സമയങ്ങളിലാണ് അദ്ദേഹം പിൻവലിച്ചത്. ആ കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഇങ്ങനെയാണ്. ഇതാണ് 3ാമത്തെ മെത്തേഡ്. ഇതും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ. നിങ്ങൾ ഈ ഒരു മെത്തേഡിനെ പ്രൊഡക്റ്റ് മെത്തേഡ് എന്നാണ് നമ്മൾ പൊതുവിൽ വിളിക്കുക. പ്രൊഡക്റ്റ് മെത്തേഡ്, അതായത് പ്രൊഡക്റ്റ് എന്നുള്ളൊരു സാധനം കണ്ടുപിടിച്ച് ആ ടോട്ടൽ പ്രൊഡക്റ്റിന്റെ മുകളിലാണല്ലോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
സ്വാഭാവികമായിട്ട് ഇതിനെ പ്രൊഡക്റ്റ് മെത്തേഡ്. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓൺ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം. ക്ലിയർ? ഈ നമുക്ക് അടുത്ത സംഗതിയിലേക്ക് പോകാം. നമുക്കിവിടെ അടുത്ത 4ാമത്തെ മെത്തേഡ് നോക്കാം. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എവറി മന്ത്. എല്ലാ മാസവും ഒരു നിശ്ചിത പൈസ, ഒരേ പൈസ സെയിം റുപ്പീസ് വിഡ്രോ ചെയ്യുന്നതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിച്ചത് ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എവറി മന്ത് എന്ന്. പക്ഷെ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഇവിടുത്തെ ഡേറ്റിന്റെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എമൗണ്ട് കൃത്യമായിട്ട് ഒരേ എമൗണ്ട് തന്നെയാണ് വിഡ്രോ ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ഒന്ന് എന്ന് പറയുന്നത് ഒരു മാസത്തിന്റെ ഫസ്റ്റ് ഡേയിൽ വിഡ്രോ ചെയ്യും, അതൊരു തരം. പിന്നെ ആ മാസത്തിന്റെ ലാസ്റ്റ് ഡേ ആണ് എപ്പോഴും വിഡ്രോ ചെയ്യുന്നത്, അത് 2ാമത്തെ തരം. പിന്നെ ഒരു മാസത്തിന്റെ പകുതിക്ക് വെച്ചിട്ട് വിഡ്രോ ചെയ്യും 15-ാം തീയതി. ഇങ്ങനെ 3 മെത്തേഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പഠിക്കാനുണ്ട്. എപ്പോഴൊക്കെയാ? ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എന്ന് പറയും, ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എന്ന് പറയും, മിഡിൽ ഡേ ഓഫ് എവരി മന്ത് എന്ന് പറയും. അപ്പൊ 4ാമത്തെ മെത്തേഡിൽ 3 ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കാം. ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണ് ഞാൻ ആദ്യം പറയുന്നത്. ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. എല്ലാ മാസവും 1-ാം തീയതി ഒരു നിശ്ചിത എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാർട്ട്ണറുടെ പേര് പറയാണ് രാജൻ. അയാൾ വിഡ്രോ ചെയ്യുന്നത് 3000 ആണെന്ന് വിചാരിക്കാം. 3000 ഇവിടെ ഉള്ളത് പെർ മന്ത് എന്നാണ് ചോദ്യത്തിലുള്ളത്. അവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. റെഗുലർലി വിഡ്രോ ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 12% ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് എന്നുള്ള ഇതാണ് പോയിന്റ് കേട്ടോ. ഫസ്റ്റ് ഡേ, അതായത് ജനുവരിയിലാണ് പിൻവലിക്കുന്നതെങ്കിൽ ജനുവരി 1, ഫെബ്രുവരിയിലാണെങ്കിലോ ഫെബ്രുവരി 1, മാർച്ച് 1, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ 3000 ആണ് ഓരോ മാസവും വിഡ്രോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ വർഷത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പെർ മന്ത് എന്ന് തന്നിരിക്കുന്ന ഈ സംഗതിയെ നമുക്ക് പെർ ഇയറിലേക്ക് മാറ്റണം. അതെല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. നേരത്തെ ഒക്കെ ഒരു വർഷത്തിൽ മൊത്തം വിഡ്രോ ചെയ്യുന്നതിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞ പെർ ആനം. ഇവിടെ എന്താ പറയുന്നത്, ഒരു മാസത്തിൽ 3000 ആണ് പിൻവലിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട് ഒരു പ്രശ്നം. 3000 ഒരു മാസത്തേക്കാണ്. അപ്പോൾ ടോട്ടൽ അദ്ദേഹം 12 മാസം വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. എവരി മന്ത് എന്നല്ലേ പറയുന്നേ അല്ലേ? അപ്പൊ 3000 × 12 36,000. ഇതാണ് പെർ ഇയറിലേക്ക് അദ്ദേഹം വിഡ്രോ ചെയ്ത പൈസ. ഇനി ആ 36,000 നിങ്ങൾ എന്ത് ചെയ്യണം? എത്രയാ പെർസെൻറ്റേജ്? 12/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തീർന്നില്ല. ഇവിടെ ഇനിയാണ് അതിന്റെ പ്രധാനപ്പെട്ട സംഗതി വരുന്നത്. ഇനി നിങ്ങൾ പറയുന്ന ഒരു സംഗതി ബൈ ഹാർട്ട് പോലെ ഓർമ്മിച്ച് വെക്കണം. അതായത് ഇവിടെ ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു സംഗതി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6/1/2 ഡിവൈഡ് ബൈ 12. 6.5/12 എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് 6.5 എന്ന് എഴുതാം. കണക്ക് ചെയ്യുമ്പോൾ 6.5/12 എന്ന് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ എഴുതുമ്പോൾ നിങ്ങൾ 6.5/12 ഇങ്ങനെ തന്നെ എഴുതിക്കോ. 6.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.1/2 എന്നല്ലേ, അല്ലെങ്കിൽ 6.5 എന്നല്ലേ നമ്മൾ സാധാരണ രീതിയിൽ പറയാം. ഭിന്നസംഖ്യ എഴുതുമ്പോൾ ഇങ്ങനെയും, അല്ലെങ്കിൽ 6.5 അങ്ങനെയല്ലേ ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ. ഇത് എവിടുന്നാ വന്നത്? ഇതുവരെ ഇല്ലാത്തൊരു സാധനം. ഇത് വന്നൊന്നുമില്ല, ഈ ഒരു സംഗതി വന്നത് കൊണ്ട് ഇത് അണ്ടർസ്റ്റുഡ് ആയ ഒരു കാര്യമാണ്. എന്ത്, ഇതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഈ സംഗതി വന്നത് എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷെ അത് ഒക്കെ അനാവശ്യമാണ്. നിങ്ങൾ ആ ഒരു ടേം കൊണ്ട് ഇതങ്ങ് ബൈഹാർട്ട് ഓർമ്മിച്ചാൽ മതി. ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ സാധാരണ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക ഇൻറ്റു 6/1/2 ഡിവൈഡ് ബൈ 12. 6/12. പ്രൊഡക്റ്റ് മെത്തേഡ് പഠിച്ചു. അതിന്റെ മുന്നേ 2 വേറെയും പഠിച്ചു. 4ാമത്തെ മെത്തേഡ് ആയിട്ടുള്ള ഈ സംഗതിയിലാണ് എന്ത് 6/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇതിപ്പോ ആൻസർ എത്ര കിട്ടുക? സാധാരണ പോലെ ഒന്ന് ചെയ്ത് നോക്കുക. 4320 ഇൻറ്റു 6/1/2 ഡിവൈഡ് ബൈ 12. ഇപ്പൊ 2340 കിട്ടും. 2340. ഇതായിരിക്കും ആ വർഷത്തില് ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് പ്രകാരം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ട്ണർ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പൊ നിങ്ങൾ ആകെ ഓർമ്മിക്കേണ്ടത് 6/1/2 ഡിവൈഡ് ബൈ 12. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ? ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ഇതാണ് ഈ മെത്തേഡിൽ 1ാമത്തത്. ഇനി 2ാമത്തത് നോക്ക്. ശരി, നിങ്ങൾ ഇവിടെ നോക്ക്. 2ാമത്തെ മെത്തേഡ് ആണ് എന്ത്? വിഡ്രോൺ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. അതായത് ജനുവരി ആണെങ്കിൽ ജനുവരി 30,
ഫെബ്രുവരി ആണെങ്കിൽ ഫെബ്രുവരി 28-നോ 29-നോ, മാർച്ച് 31-ന്, അങ്ങനെ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണ് അദ്ദേഹം പിൻവലിക്കുന്നത് എന്ന് വിചാരിക്കാം. അതും പിൻവലിക്കുന്ന പൈസ കറക്റ്റ് ഒരേ എമൗണ്ട് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കേസസിൽ നിങ്ങളിപ്പോ നോക്കിക്കോ, ഇപ്പൊ ഒരു 6000 ആണ് പിൻവലിക്കുന്നത്. 6000 ഇൻറ്റു നേരത്തെ പോലെ 6000 ഒരു മാസത്തേക്കാണെങ്കിൽ 6000 ഇൻറ്റു 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. ഞാനിവിടെ പെർ ആനം അദ്ദേഹം, അതായത് ഒരു വർഷത്തേക്ക് അദ്ദേഹം വിഡ്രോ ചെയ്ത് 6000 ആണെന്ന് വിചാരിക്കാം. അപ്പൊ 6000 ഇൻറ്റു 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. എന്നിട്ട് വീണ്ടും 5 1/2 ഡിവൈഡ് ബൈ 12 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 5/12 കൊണ്ടാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ സെയിം. 6000 പിൻവലിക്കുന്ന ഒരു വർഷത്തേക്ക് 10% ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഉത്തരത്തിനെ 5/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതും നിങ്ങൾ ബൈ ഹാർട്ട് അവിടെ ഓർമ്മിച്ചാൽ മതി, ഒന്നും നോക്കണ്ട. ഇവിടെ ചോദ്യം വരും, ഒന്നുകിൽ ഇങ്ങനെ കണക്ക് ചെയ്യാൻ വരും, അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് വിഡ്രോ ചെയ്യുമ്പോൾ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/12. കണക്ക് ചെയ്യുമ്പോൾ 5.5 ഡിവൈഡ് ബൈ 12 അങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ തന്നെ എഴുതി വെച്ചു. ഓക്കെ, 600 ഇൻറ്റു 5.5 ബൈ 5/12 275 ആണ് ആൻസർ വരിക. 275. ഓക്കെ, ഇവിടെ ഇനി മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ നോക്കുന്നത്. നോക്ക്, മിഡിൽ ഡേ ഓഫ് എവരി മന്ത് ആണ് വിഡ്രോ ചെയ്യുന്നത്. ഒരേ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു നേരത്തെ പറഞ്ഞ പോലെ, പക്ഷേ പിൻവലിക്കുന്നത് മിഡിൽ ഡേ ഓഫ് എവരി മന്ത്. അതായത് ജനുവരി 15, ഫെബ്രുവരി 15, മാർച്ച് 15, ഏപ്രിൽ 15, മെയ് 15, അങ്ങനെ ഡിസംബർ 15 വരെ ഒരേ എമൗണ്ട്, എല്ലാം 15-ാം തീയതി മിഡിൽ ഡേയിൽ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ ഒരു 10,000 വിഡ്രോ ചെയ്യുന്നു. 10/100 10% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ 6/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് പകുതിക്ക്, അതായത് ഓരോ മാസത്തിന്റെയും പകുതി എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസത്തിന്റെ പകുതി, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. 6/12 ടോട്ടൽ മന്ത് എന്ന് പറയുന്നത് 12 അല്ലേ, അതിന്റെ പകുതിയല്ലേ 6. നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, ഒരു മാസത്തിന്റെ പകുതി നടുക്കുന്നല്ലേ, അതായത് ഇതിന്റെ നടുക്കാണിത്, മാസത്തിന്റെ നടുക്കാണ് പിൻവലിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യുക, കാണുക 1000 ഇൻറ്റു 6/12 6000 ഡിവൈഡ് ബൈ 12. അതിന്റെ ആൻസർ എത്ര കിട്ടുക, അത് നോക്കിയാൽ മതി. അപ്പോൾ 500 ആയിരിക്കും അതിന്റെ ആൻസർ. ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് 6/12 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മിഡിൽ ഡേ ഓഫ് എവരി മന്ത് പിൻവലിക്കുമ്പോൾ. മിഡിൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിൽ, സെൻട്രൽ, പകുതിക്ക്, അതേ പകുതി കൊണ്ട് തന്നെ മാസത്തിന്റെ പകുതിയാണ് 6 അല്ലെ, ടോട്ടൽ മന്തിന്റെ പകുതിയാണ് 6, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ? ഇതാണ് 3 മെത്തേഡ്. എന്തില്? ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എവരി മന്ത്, ഫസ്റ്റ് ഡേ, ലാസ്റ്റ് ഡേ, മിഡിൽ ഡേ. ഓക്കെ, ഫസ്റ്റ് ഡേക്ക് ഏതാ 6/12, ലാസ്റ്റ് ഡേക്ക് ഏതാ 5/12, മിഡിൽ ഡേക്ക് ഏതാ 6/12. ഓക്കെ, ഇത് 3 ഓർമ്മിച്ച് വെക്കണേ. നെക്സ്റ്റ് മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. അടുത്ത മെത്തേഡാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എവരി ക്വാർട്ടർലി. ഓരോ ക്വാർട്ടറിലും ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ, നമ്മൾ സാധാരണഗതിയിൽ കാൽഭാഗം എന്നൊക്കെ പറയുന്നത് ക്വാർട്ടർ, ഹാഫ് അല്ലെ, അങ്ങനെയല്ലേ പറയാ. ശരിക്കും നമ്മൾ ക്വാർട്ടറിന് ഒരു എങ്ങനെ എഴുതുക, 1/4 ഇതാണ് ക്വാർട്ടർ, 1/4 അല്ലെ. അപ്പൊ 100ന്റെ 1/4 25, 1/4 അതിനെ ചുരുക്കിയിട്ട് പറയുന്നതാണ്. ഓക്കെ, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ പിൻവലിക്കും, ലാസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ പിൻവലിക്കും, മിഡിൽ ഡേ ഓഫ് എവരി ക്വാർട്ടർ പിൻവലിക്കും. ഇവിടെ 3 ഇതുപോലുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഓരോ മാസത്തിന്റെയും ഫസ്റ്റ്, ലാസ്റ്റ്, മിഡിൽ പറഞ്ഞില്ലേ, അതുപോലെ ഓരോ ക്വാർട്ടറിന്റെയും ഫസ്റ്റ്, ലാസ്റ്റ്, മിഡിൽ പറയുന്നുണ്ട്. ഈ ക്വാർട്ടർ എന്ന് പറയുന്ന സംഗതി ഞാൻ ഒന്നുകൂടി വിശദമാക്കാം. അപ്പൊ നമ്മള് ജനുവരി ടു ഡിസംബർ എന്ന് പറയുന്നത് 12 മാസം. അതിൽ ആദ്യത്തെ 3 മാസം, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇതാണ് ഒന്നാമത്തെ ക്വാർട്ടർ. ഏപ്രിൽ, മെയ്, ജൂൺ, ഇതാണ് രണ്ടാമത്തെ ക്വാർട്ടർ. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഇതാണ് മൂന്നാമത്തെ ക്വാർട്ടർ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇതാണ് 4ാമത്തെ ക്വാർട്ടർ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിന് ഇങ്ങനെ 4 ക്വാർട്ടർ ഉണ്ടാവും.
ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ, ലാസ്റ്റ് ക്വാർട്ടർ അല്ലെങ്കിൽ ഫൈനൽ ക്വാർട്ടർ. അപ്പോൾ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനിയല്ല, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം റിസൾട്ട് പ്രഖ്യാപിക്കുക ഇങ്ങനെയാണ്. ഇനിയിപ്പോ കമ്പനിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ബിസിനസ്സുകളെല്ലാം റിസൾട്ട് പ്രഖ്യാപിക്കുക ഫസ്റ്റ് ക്വാർട്ടറിലെ റിസൾട്ട്, ആദ്യത്തെ 3 മാസത്തെ പ്രവർത്തന റിസൾട്ട് പുറത്തുവിടും. സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലയളവാണ്. തേർഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ലാസ്റ്റ് ക്വാർട്ടർ അല്ലെങ്കിൽ ഫോർത്ത് ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോ നിങ്ങളോട് എന്ത് പറയുന്നത്? ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ, അതാണ് ഈ പറഞ്ഞത്. ഓരോ ക്വാർട്ടറിന്റെയും ഫസ്റ്റ് ഡേ. അപ്പോ ഈ ക്വാർട്ടറിൽ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ജനുവരി 1. ഓക്കെ, ഇനി മിഡിൽ ഡേ ഓഫ് എവരി ക്വാർട്ടർ എന്ന് പറയും, അത് ഫെബ്രുവരി 1. ലാസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാർച്ച് 1. അങ്ങനെ ഓരോ മാസവും. ഇനി എന്തുണ്ട്? ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? ആദ്യത്തെ ക്വാർട്ടറിൽ എത്ര പിൻവലിച്ചിട്ടുണ്ടാവും? ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ ജനുവരി 1. പിന്നെ അയാൾ എപ്പോ പിൻവലിക്കുക? ഓരോ ക്വാർട്ടറിന്റെയും ഫസ്റ്റ് ഡേ. ഈ ക്വാർട്ടർ എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ ക്വാർട്ടർ എന്താണ്? ഏപ്രിൽ 1 പിൻവലിച്ചിട്ടുണ്ടാവുക ഫസ്റ്റ് ഡേ. പിന്നെ ജൂലൈ 1 പിൻവലിച്ചിട്ടുണ്ടാവുക. പിന്നെ ഒക്ടോബർ 1 പിൻവലിച്ചിട്ടുണ്ടാവുക. ഇനി മിഡിൽ ഡേ ഓഫ് എല്ലാ ക്വാർട്ടറിന്റെയും മിഡിൽ ഡേ പിൻവലിച്ചിട്ടുണ്ട് പറഞ്ഞാൽ എങ്ങനെയാ വരിക? ഫെബ്രുവരി 1, മെയ് 1, ഓഗസ്റ്റ് 1, നവംബർ 1. ഓക്കെ, ഇനി എന്തുണ്ട്? എല്ലാ ക്വാർട്ടറിന്റെയും ലാസ്റ്റ് ഡേ ആണ് പിൻവലിച്ചെന്ന് പറഞ്ഞാലോ? മാർച്ച് 30, ജൂൺ 30, സെപ്റ്റംബർ 30, ഡിസംബർ 30. ഇങ്ങനെയാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പോ ഇതിങ്ങനെ നിങ്ങൾ വരച്ച് കണ്ടുപിടിക്കൊന്നും വേണ്ട, ഞാൻ കാര്യം മനസ്സിലാക്കേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇതിൽ ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എടുക്കുകയാണ്. ഫസ്റ്റ് ഡേ. അപ്പോൾ ഫസ്റ്റ് ഡേ എടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല, 10,000 ആണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ 10% ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ആ 10% കാണുക. എത്രയാ? 1000. ആ 1000നെ നിങ്ങൾ എന്ത് ചെയ്യണോ? വേറൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അത് 7.5/12 ആണ്. 7/1/2 ഡിവൈഡ് ബൈ 12. അതായത് ശരിക്ക് 10,000 ഇൻറ്റു 10/100 ഇൻറ്റു 7.5/12 അതാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഇതിന്റെ ആൻസർ അങ്ങ് എഴുതി എന്നിട്ട് അതിനെ വീണ്ടും ഗുണിക്കുന്നതായിട്ട് കാണിച്ചു, അത്രയേ ഉള്ളൂ. എല്ലാം കണക്ക് തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ വിഷയം. ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ പിൻവലിക്കുമ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്യണം 7/12. ബൈ ഹാർട്ട് അവിടെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ ആയി. ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ ജനുവരിയിൽ, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബറിൽ. ഓക്കെ, അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ക്വസ്റ്റൻ എങ്ങനെയാണ് ഉണ്ടാകുക? ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ എന്നാണ് ഉണ്ടാകുക. അല്ലെങ്കിൽ വിഡ്രോ ജനുവരി 1, വിഡ്രോ ഏപ്രിൽ 1 ഇത്ര, വിഡ്രോ ജൂലൈ 1 ഇത്ര, വിഡ്രോ ഒക്ടോബർ 1 ഇത്ര, ഇങ്ങനെ പറയും. ഇനി ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യേണ്ടത് 7/12 ആണ്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകും. രണ്ടാമത്തെ വെച്ചാൽ മിഡിൽ ഡേ ഓഫ് എവരി ക്വാർട്ടർ ആണ് ഞാൻ പറയുന്നത്. മിഡിൽ ഡേ, അതായത് ഇവിടെ ഒരു പാർട്ട്ണർ വിഡ്രോ ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്, മെയ്യിലാണ്, ഓഗസ്റ്റിലാണ്, നവംബറിലാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം രീതി. അതായത് എല്ലാത്തിനും ഞാൻ 10,000 പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. 10,000 ഇൻറ്റു 10%, 10/100 ഇൻറ്റു എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണോ? 6/12. നേരത്തെ മിഡിൽ ഡേ ഓഫ് എവരി മന്ത് പിൻവലിച്ചപ്പോൾ നിങ്ങൾ 6/12 കൊണ്ടല്ലേ മൾട്ടിപ്പിൾ ചെയ്തേ? അതുപോലെ തന്നെ മിഡിൽ ഡേ ഓഫ് ഈച്ച് ക്വാർട്ടർ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴും 6/12 കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നുമില്ല. 10,000 ഇൻറ്റു 10/100, ഇത് പോയി 1000 ഇൻറ്റു 6/12. അപ്പോൾ 1000 ഇൻറ്റു 6, 6000 ഹരിക്കണം 12. എത്രയാ ആൻസർ കിട്ടുക? 6000 ഹരിക്കണം 12 എന്ന് വെച്ചാൽ 12 5 60, 500 എന്ന് ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ആള് ഇതാണ് കേട്ടാ, 6/12. അപ്പൊ 6/12 രണ്ട് കേസിൽ വന്നേ, രണ്ടല്ല 3 കേസിൽ വന്ന് ശരിക്കും. അതായത് ത്രൂ ഔട്ട് ഇയറിൽ പിൻവലിക്കുമ്പോൾ ഡേറ്റ് തന്നില്ലെങ്കിൽ 6/12 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി ഫസ്റ്റ് മിഡിൽ ഡേ ഓഫ് ഈച്ച് മന്ത് പിൻവലിക്കുമ്പോൾ 6/12 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ വിഡ്രോ ചെയ്തപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 6/12 കൊണ്ടാണ്. ഓക്കെ, അപ്പൊ 3 അവിടെ തന്നെ പഠിച്ചു, ഒന്ന് ഓർമ്മിച്ച് വെച്ചായി. ഇനി നെക്സ്റ്റ് ഏത്?
ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്, അതായത് മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ ഈ ദിവസങ്ങളിൽ, ഈ മാസങ്ങളിൽ പിൻവലിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, അതായത് മാർച്ച് 30, ജൂൺ 30, സെപ്റ്റംബർ 30, ഡിസംബർ 30-നാണ് വിഡ്രോവൽസ് നടത്തുന്നതെങ്കിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നുമില്ല, ഞാനിത് വീണ്ടും കൂടുതൽ വിശദീകരിക്കുന്നില്ല. 4/12 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 4/12. അപ്പോൾ എന്തുണ്ട് ഇവിടെ ചെറിയൊരു വ്യത്യാസം. ഇപ്പോൾ 10,000 ഇൻറ്റു 10/100 1000 കിട്ടും. ഇൻറ്റു 4.5 4/1/2/12, അതായത് 4.5/12 അങ്ങനെ എടുത്താൽ മതി. ഇപ്പൊ എത്രയാ? 375 എന്നാണ് ആൻസർ വരിക. ഇതാണ് ആൻസർ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിക്കണമെങ്കിൽ ഇത് ഓരോന്നും സെപ്പറേറ്റ് ഒരു എഴുതിയെടുത്തിട്ട് ഒരു കള്ളിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടും. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും, അത് ഇതിലേക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇത് അങ്ങനെ തന്നെ എഴുതിയെടുത്താൽ മതി. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ? ത്രൂ ഔട്ട് ഇയറിൽ പിൻവലിക്കുന്നുണ്ടെങ്കിൽ 6/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് പിൻവലിക്കുകയാണെങ്കിൽ 6 1/2 കൊണ്ട്, ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 5 1/2, മിഡിൽ ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6/12. ഇനിയോ ക്വാർട്ടറിന്റെ ഫസ്റ്റ് ആണെങ്കിൽ 7.5/12, ക്വാർട്ടറിന്റെ ലാസ്റ്റ് ആണെങ്കിൽ 4.5/12. ഇനി മിഡിൽ ഡേ ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ 6/12, 6/6/12. ഇങ്ങനെ ഓരോന്ന് ഓർമ്മിച്ച് വെച്ചായി. ഇനി പ്രൊഡക്റ്റ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പ്രൊഡക്റ്റ് ടോട്ടൽ ചെയ്യുക അല്ലേ, എന്നിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രയും സംഗതിയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഈ ഒരൊറ്റ ക്ലാസ്സിൽ ഇതുപോലെയുള്ള 3, 3, 6, 2, 8, 9 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4, 5, 6 മാർക്ക് ഇതിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഈ ടോപ്പിക്ക് നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.